ഈ അഹങ്കരിച്ചവനോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്നവനോ സർവ്വതും നഷ്ടപ്പെട്ടു പോകുകയാണ്. അവന്റെ കൃഷിയിടങ്ങൾ മുഴുവനും അവന്റെ തോട്ടങ്ങൾ മുഴുവനും തകർന്നു പോകുകയാണ്, നശിച്ചു പോകുകയാണ്. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, ആ കൂട്ടുകാര് പരസ്പരം സംസാരിക്കുകയാണ്. എന്റെ മുഴുവനും പോയടാ, എന്റെ കൃഷിയിടങ്ങൾ മുഴുവനും പോയടാ, എനിക്ക് ഈ പ്രാവശ്യം എന്റെ തോട്ടത്തിന് വല്ലാത്ത നഷ്ടമാണ്. ഒരുത്തന് ലാഭം, ഒരുത്തന് നഷ്ടം. അങ്ങനെ പരസ്പരം അവർ സംസാരിക്കുന്ന സന്ദർഭം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, വലൗലാ ഇദ ദഖൽത ജന്നതക ഖുൽത മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അൻ അകല്ല മിൻക മാലൻ വബലദാ. മാഷാ അല്ലാഹ് പറയുന്നതിന്റെ പ്രതിഫലമാ. പഠിച്ചോ മനുഷ്യ, മാഷാ അല്ലാഹ് എന്ന് പറയുന്നതിന്റെ പ്രതിഫലം പറയുകയാ. അങ്ങനെ തന്റെ തോട്ടം മുഴുവനും തകർന്നു പോയപ്പോ, വലിയ നഷ്ടത്തിലേക്ക് വീണപ്പോ, ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുകയാ, അവിടെന്ന് പറയുകയാണ്, നീ നിന്റെ തോട്ടത്തിലേക്ക് കടന്ന സമയം, നീ നിന്റെ തോട്ടത്തിനകത്തേക്ക് അല്ലാഹ് തന്ന നിഅമത്തല്ലേടാ, നീ വെള്ളമൊഴിക്കുന്നു തൈ വെക്കുന്നതല്ലാതെ നീ എന്ത് ചെയ്യുന്നു? ഈ സാധനം മുഴുവനും റബ്ബ് നിനക്ക് തന്നതല്ലേ, ഇത് അല്ലാഹു നിനക്ക് തന്ന നിഅമത്തല്ലേ? ആ തോട്ടത്തിന്റെ അകത്ത് കേറുന്ന സമയത്ത് ഒരേ ഒരു വാക്ക് പറഞ്ഞാ പോരായിരുന്നോ? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഇത് അല്ലാഹു ഉദ്ദേശിച്ചത് എത്രയാണ്, ഇത് റബ്ബ് ഉദ്ദേശിച്ചതാണ് തരുന്നത്, എന്റെ പവറല്ല, എന്റെ കഴിവല്ല എന്ന് നീ പറഞ്ഞുകൂടായിരുന്നോ? അങ്ങനെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കുറയില്ലായിരുന്നല്ലോ, ഇത് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ. അവിടെ നിന്ന് പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കച്ചവട രണ്ട് കൂട്ടുകാർ, ഒരു കൃഷിയിടം, രണ്ടുപേരും, ഒരാൾക്ക് ലാഭം ഒരാൾക്ക് നഷ്ടം. അപ്പൊ സർവ്വതും നഷ്ടപ്പെട്ടു പോയവനോട് ആ നല്ല കൂട്ടുകാരൻ ചോദിക്ക, എടാ ഈ തോട്ടത്തിനകത്ത് കയറുന്ന സമയം ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഒരേ ഒരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? മാഷാ അല്ലാഹ്, അല്ലാഹ് നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞാൽ മതിയായിരുന്നു. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുർആൻ സൂറത്തുൽ കഹ്ഫ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതിനകത്ത് എന്തുണ്ട്? അത് പറഞ്ഞത് കൊണ്ടാടാ എനിക്ക് റബ്ബ് ഇത് തന്നത്. അതാ മനസ്സിലാക്കണ്ടേ. ഞാനത് പറഞ്ഞത് കൊണ്ടാടാ എനിക്ക് റബ്ബ് ഇത് തന്നത്. നീ അത് പറയാത്തത് കൊണ്ടാടാ ഇത് മുഴുവനും നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ നിന്ന് ഹദീസ് കാണാം, നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ കണ്ട കാര്യം നിനക്ക് അത്ഭുതം തോന്നിയിരുന്നെങ്കിൽ നിനക്കൊന്ന് പറയാമായിരുന്നു. മാഷാ അല്ലാഹ്, നിനക്കൊന്ന് പറയാമായിരുന്നു. അല്ലാഹു എന്താണ് ഉദ്ദേശിച്ചത് അത് നടപ്പിൽ വരികയുള്ളൂ. നിനക്കൊന്ന് പറയാമായിരുന്നു, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല എന്ന് തൻ്റെ കൂട്ടുകാരനോട് ചോദിക്കുകയാ. ഒരുപാട് തഫ്സീറുകൾ അതിൻ്റെ വിശദീകരണം എടുത്തു നോക്കുമ്പോൾ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചത് അതേ സംഭവിക്കുകയുള്ളൂ. അല്ലാഹു ഉദ്ദേശിക്കാത്തത് സംഭവിക്കുകയില്ല. എന്ത് നീ പറയാഞ്ഞത്? അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ളവരാരെല്ലാം എന്തെല്ലാം തീരുമാനിച്ചാലും അല്ലാഹുവിന്റെ തീരുമാനത്തിനെ തട്ടിമാറ്റാൻ കഴിയില്ല. കിട്ടുമെന്ന് പറഞ്ഞാ കിട്ടുമല്ലോ, പോകുമെന്ന് പറഞ്ഞാ പോകുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറഞ്ഞല്ലോ, അല്ലാഹു അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയുമോ സൂചിപ്പിക്കലോ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ,
ആസാ അള്ളയുടെ പ്രതിഫലം കേട്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പഠിച്ചവനെ പ്രവാചകം പറയുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്ത് നിലനിൽക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളിൽ പലർക്കും സമ്പത്തുണ്ട്, പട്ടിണിയില്ലാതെ കടന്നു ജീവിക്കാൻ, പട്ടിണിയില്ലാതെ ജീവിക്കാനുള്ള സമ്പത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്ക് ദാരിദ്ര്യമില്ല. പക്ഷേ ഈ തന്നത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഈ കൈ കൊണ്ട് പടച്ചവന് ഇത് പൊക്കാനും താഴ്ത്താനും പിടിക്കാനും ആരോഗ്യമുള്ള സമയമാണ്. ആ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന സമയമാണ് ഈ കൈ കൊണ്ടുള്ള പ്രയോജനം. ഈ നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ആ സംസാരശേഷിയുള്ളത് വരെയല്ലേ കഴിവുള്ളൂ. നടക്കാൻ കാലാണെങ്കിലും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും മരിക്കുമ്പോഴും നിലനിൽക്കണം. അത് സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും പണമാണെങ്കിലും ജോലിയാണെങ്കിലും സിന്ധുമാണെങ്കിലും അത് മരിക്കുന്ന കാലം വരെ നിലനിന്നാലല്ലേ പ്രയോജനമുള്ളൂ. പാപ്പാ, നിങ്ങൾ ഈ പള്ളിയിൽ രാത്രി വന്ന് നിസ്കരിക്കാൻ നടന്നു വരുന്നല്ലോ, നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുള്ളത് കൊണ്ടല്ലേ, നിങ്ങളുടെ കാലിന് നടക്കാനുള്ള കഴിവുള്ളത് കൊണ്ടല്ലേ, നിങ്ങൾക്ക് ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ. അല്ലാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഒരവസ്ഥയിൽ കിടന്ന പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോ റബ്ബിനോട് പറയണം, അല്ലാഹുവേ ദീർഘായുസ് ചോദിച്ചാ പോരാ, അല്ലാഹുവേ എനിക്ക് നീ ദീർഘായുസ് തരണേ, 100 കൊല്ലം ജീവിക്കാനുള്ള ഭാഗ്യം തരണേ എന്ന് ചോദിക്കാനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെ ചോദിക്കണമെന്നറിയുമോ? അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒന്നുവെടുക്കാൻ എനിക്ക് നീ ആരോഗ്യം തരണേ അല്ലാ. പടച്ചവനെ, ആരോഗ്യം വേണം, ആഫിയത്ത് വേണം. അല്ലാതെ എന്ത് കിട്ടിയിട്ടും നമുക്ക് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു തന്നിരിക്കുന്ന നിഅമത്തുകൾ അത് കണ്ണാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ 2 കിഡ്നികളുണ്ടല്ലോ. ഏതെങ്കിലും തകർന്നു പോയാൽ, ആ കിഡ്നി അങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ, അതിന്റെ പ്രവർത്തനം അങ്ങ് തീർന്നു പോയാൽ പിന്നെ ഒരു തുള്ളി മൂത്രമില്ലല്ലോ. ശരീരമങ്ങ് വിയർക്കുകയാ, വയറുവല്ലാതെ വീർക്കുകയാണ്, വളരെ പ്രയാസമാണ്, ശ്വാസം മുട്ടൽ തുടങ്ങുകയാണ്, അവസാനം കൊണ്ടുപോയി ഡയാലിസ് ചെയ്യുകയാ. കിഡ്നിയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പടച്ചവനെ കൊണ്ടുപോകണം, ഒന്നുകിൽ കിഡ്നി മാറ്റി വെക്കണം, മാറ്റി വെക്കാൻ പോകുമ്പോൾ ലക്ഷങ്ങൾ. അപ്പം അല്ല തരുന്നതിൻ്റെ അല്ല തന്നതിൻ്റെ വില മനസ്സിലാക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പം ഇങ്ങനെ നടക്കുക, കാറ്റും പറത്തി കട്ടം പിടിയലിച്ച് ഇങ്ങനെ നടക്കുക പള്ളിയുടെ മുമ്പിൽ കൂടെ. കിഡ്നി പോകണം, മാറ്റി വെക്കണമെങ്കിൽ എത്ര ലക്ഷം? ഇങ്ങനെ ലക്ഷങ്ങൾ ചോദിക്കും. 20, 12, 15, 20 ലക്ഷം രൂപ കൊടുക്കണം കിഡ്നിക്ക്. ഇത്രയും കൊല്ലം അത് ചുമന്നുകൊണ്ട് നടന്നപ്പോൾ അല്ലാഹുവിടരല്ല അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സമയമില്ല. കരള് റബ്ബ് തന്നതാ, അല്ലാഹു തന്നതാണ് കരള്. ഒരു മഞ്ഞപ്പിത്തവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണത്തിലൂടെ ഒക്കെ വരുന്നുണ്ട്. ഇത് പോയി കഴിഞ്ഞാൽ മാറ്റിവെക്കണമെങ്കിൽ എത്ര ലക്ഷം വേണമെന്നറിയോ? രക്ഷപ്പെടുമെന്നുണ്ടോ? രക്ഷപ്പെടുമെന്നുണ്ട്. ഇതൊക്കെ മാറ്റിവെച്ചാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തും അല്ലാഹു നമുക്ക് നൽകിയത്. കാലിന് ഒരു കാല് മുറിച്ചു മാറ്റി വെപ്പുകാലിന് കൊടുക്കണം ലക്ഷങ്ങൾ. നമ്മൾ ആലോചിച്ച് നോക്ക്, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അല്ലാഹു മരിക്കുമ്പോഴും നിലനിർത്തി തരുമാറാകട്ടെ. എത്രയോ പേര് നമ്മുടെ ഈ പായിപ്പാട് തന്നെ ഒരു സഹോദരൻ കിഡ്നി മാറ്റി വെക്കുന്നുണ്ട്. ഷായ എന്ന സഹോദരൻ, നിങ്ങളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം വന്നിട്ട് ഞാൻ പൈസ പിരിച്ച അദ്ദേഹത്തിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാഹ് അതൊക്കെ നല്ല രീതിയിൽ നടന്നു. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇപ്പോഴൊരിക്കൽ വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വന്നിട്ട് പരിചയപ്പെട്ടു, ഉസ്താദ് ഞാനായിരുന്നു ഷായെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ മാറ്റിവെച്ചിട്ട് രക്ഷപ്പെടുന്നവർ വളരെ കുറവാണ്. അങ്ങനെ രക്ഷപ്പെടുന്നവർ രക്ഷപ്പെട്ടാലും ഗുളിയൊക്കെ കഴിച്ച് ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു കടലിൽ വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുമ്പോൾ
വെള്ളത്തിൽ മുങ്ങിച്ചാവണ സമയത്ത് അള്ളാഹു രക്ഷപ്പെടുത്തി എന്ന് കടന്ന് വിളിച്ച റബ്ബെ അങ്ങനെ എങ്ങനെ പഠിച്ചവനെ രക്ഷപ്പെടുത്തി കരയിൽ കയറി വന്നപ്പം പറയാൻ നിൻ്റെ പണി നോക്കിക്കോളാം. കാര്യം കാണുന്നത് വരെ രാമായണം, കാര്യം കടന്ന അവനെ പൂരം. അതന്നെ പലർക്കൊക്കെ പലതും വരുമ്പോൾ അള്ളാഹയും വിളിക്കും, എല്ലാവരെയും വിളിക്കും. കാര്യം കാണണ്ടേ, എല്ലാം വിളിക്കും. കഴിഞ്ഞു കഴിഞ്ഞാലോ കഴിഞ്ഞു. അങ്ങനെ നടക്കുന്നവരുമുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കിഡ്നിയും കരളും. എൻ്റെ ഒരു സുഹൃത്ത് തന്നെ തങ്ങൾ നമ്മളൊക്കെ മജ്‌ലിസിൽ ഒരുപാട് ദുആ ചെയ്തതാണ്. അദ്ദേഹം മണ്ണിനടിയിൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ ദിവസം ഒന്ന് മാറ്റി വെച്ചു, പിന്നെ പറയുക 24 മണിക്കൂറിനുള്ളിൽ അടുത്ത മാറ്റി വെക്കണമെന്ന്. ഇതെന്താ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ ലെൻസിന് അല്ലേ, കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ലെൻസ് ചുരുങ്ങിപ്പോകാൻ എത്ര പേര് വലിയ പ്രയാസത്തിൽ. അപ്പം അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് കയ്യും കണ്ണും കാലും ആരോഗ്യവും സമ്പത്തും വീടും ജോലിയും സർവ്വതും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിനെന്ത് ചെയ്യണം? അതിന് ചെയ്യേണ്ട വഴി എന്താണ്? മാഷാ അല്ലാഹുവിന്റെ പ്രതിഫലം കേട്ടോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇതിന്റെ തഫ്സീർ എടുത്ത് നിങ്ങൾ നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യന് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഏതെങ്കിലും ഒരു മനുഷ്യന് അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ആ നിഅമത്ത് നിലനിർത്തി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ കച്ചവടത്തിൽ എന്നും ബർക്കത്ത് വേണോ? കടയ്ക്കകത്ത് കയറുമ്പോൾ നീ പറയണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും ബർക്കത്തുണ്ടാകും. വാഹനം റോഡിലൂടെ പാഞ്ഞു പോകുന്നതാ, ഒറ്റ സെക്കൻഡ് മതി സർവ്വതും തീരാൻ. ബറക്കത്ത് വേണോ? വണ്ടിക്കകത്ത് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വീട് കഷ്ടപ്പെട്ട് ഒരായുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവനും വെച്ച വീട് എന്തിന്? സമാധാനം കിട്ടാൻ. സമാധാനം കിട്ടാൻ. ആ വീടിനകത്ത് സമാധാനം വേണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ഒന്ന് തല താഴ്ത്താൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിൽ, ആ വീടിനകത്ത് കയറിയിട്ട് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അതല്ലേ നരകം. അല്ലാഹു കാക്കുമാറാകട്ടെ. ആ വീടിനകത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പറയണം ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിനക്കത് നിലനിന്ന് കിട്ടും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് സമ്പത്തായാലും ഏത് കാര്യമാണെങ്കിലും മരിക്കുന്ന കാലം വരെ നിലനിൽക്കണോ? ഈ മാഷാ അല്ലാഹ് മുറുകെ പിടിച്ചോ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? എന്തു പറയണം? മാഷാ അല്ലാഹ് ഖുർആനിൻ്റെ ആയത്ത ആ ഓർമ്മ കൂടെ വേണം. വെറും മാഷാ അല്ലാഹ് ആവരുത്. മാഷാ അല്ലാഹ് കാറ്റ കാണിച്ചിട്ട് പോവാ, എല്ലാം റെഡി ആയിട്ടുണ്ടോടാ ഇൻഷാ അല്ലാഹ് കാണാം കേട്ടോ. ഓക്കെ, എല്ലാവരും ജയിച്ചിട്ട് വന്ന് കാണിച്ചിട്ട് പോത്തില്ല. ഇങ്ങനെ 5 കൊല്ലം കഴിഞ്ഞ് കാണാം, 5 കൊല്ലം കഴിഞ്ഞാണ്. അതല്ല, ഒരൊറ്റപ്പറച്ച മാഷാ അല്ലാഹ്ക്ക് അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ഒരാക്കിയിട്ടൊരർത്ഥമുണ്ട്. ഇൻഷാ അല്ലാഹ് കേട്ടാ, നിനക്ക് ഞാൻ തിരിച്ചു തരാൻ കാത്തിരുന്നോ നീ എന്ന് പറയണ പോലെ. അങ്ങനല്ല, നിനക്ക് അല്ലാഹു ചെയ്ത നിഅമത്ത് നിലനിൽക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സൂറത്തുൽ കഹ്ഫ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഇങ്ങനെ മറന്നുപോയാൽ മറക്കുന്നല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തു തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ട് നന്ദി രേഖപ്പെടുത്താതവർ, മറന്നു നടക്കുന്നവർ, നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇത് പറയാമെന്ന് സൂചിപ്പിച്ചതല്ല, പിന്നെയോ നാം തന്നെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നത് നമ്മളാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവിടെ നിന്നൊരു ചരിത്രം പറയുകയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് വലിയ കാര്യമാണ്. റബ്ബ് തന്നതാണെന്ന് പറഞ്ഞു കൊടുക്കല്. പറയണം സഹോദരാ, നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കണം, എനിക്ക് ഈ വീട് കിട്ടിയത് എങ്ങനെയെന്നറിയോ? ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതെന്റെ റബ്ബ് എനിക്ക് തന്നതാ. എങ്ങനെ പറയണം?
അള്ളാഹു തന്ന അനുഗ്രഹം അത് എടുത്തു പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടേ, ഞാൻ പറയാറില്ലേ, ഞാനിവിടെ എത്തിയത് എങ്ങനെയാ? ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ? അല്ല, അള്ളാഹ് എനിക്ക് ഇത് നിഅമത്ത്. നിങ്ങൾ ഓരോരുത്തരും ജമാഅത്തിന്റെ പ്രസിഡന്റ് എങ്ങനെ ആയതാ? കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ. അള്ളാഹ് കൊടുത്ത ഒരു അവസരം, നന്മ. അള്ളാഹു തന്നത് എടുത്തു പറയുന്നത് അത് നിലനിൽക്കാനുള്ള ഒരു കാരണമാണ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനാടാ ഈ പള്ളി കെട്ടിക്കൊടുത്തത് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ പറയണമെന്നല്ല. അള്ളാഹു ചെയ്തത് പറയുന്നത് ഖുർആൻ പറയാ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ലോകം മുഴുവനും അടക്കി ഭരിച്ചിരുന്ന പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുപോലെ ദുൽഖർനൈനി എന്നിവർ അള്ളാഹു അനുഗ്രഹങ്ങളെ ഓർത്തിട്ടവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് ഖുർആൻ അവിടെന്ന് പറയുകയാണ്. അവരുടെ ചരിത്രങ്ങൾ പറയുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ടല്ലോ, അതുപോലെ കാറൂനും മറന്ന ചരിത്രവും അള്ളാഹു പറയുന്നുണ്ട്. ഈ ലോകം മുഴുവനും കൈപ്പിടിയിലാക്കി കൊടുത്ത സുലൈമാൻ നബി അലൈഹിസ്സലാം. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും സുലൈമാൻ നബി അള്ളാഹനെ മറന്നില്ല. പക്ഷേ കാറൂനുണ്ടല്ലോ, അവന് പണം കിട്ടിയപ്പോൾ അവൻ അള്ളാഹുവിനെ മറന്നവനാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫലമ്മാ റആഹു മുസ്തഖിറൻ ഇൻദാ ഖാല ഹാദാ മിൻ ഫളിൽ റബ്ബി ലിയബ്ലുവനി അൻ അസ്കുറ അം അക്ഫുർ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു കൊടുത്തല്ലോ. സുലൈമാൻ നബിയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം. പടച്ചവനെ കാറ്റിനോട് സംസാരിച്ച പ്രവാചകന് പടച്ചവന് ജിന്നുകളെ അധീനപ്പെടുത്തി കൊടുത്തല്ലോ. ഉറുമ്പുകളുടെ ശബ്ദം കേൾക്കാം, ഉറുമ്പുകളോട് സംസാരിക്കാം. പടച്ചവനെ മരംകൊത്തിയോട് സംസാരിച്ച പ്രവാചകൻ അള്ളയെല്ലാം ഒരുക്കി കൊടുത്തല്ലോ. ആ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ നിന്ന് പറയുകയാ, ഖാല ഹാദാ മിൻ ഫളിൽ റബ്ബി. ഇത് റബ്ബനിക്ക് തന്ന അനുഗ്രഹമാണ്. പറയുകയാ, എന്റെ കഴിവല്ല, ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ ബുദ്ധി കൊണ്ട് കിട്ടിയതല്ല, എന്റെ പവർ കൊണ്ട് കിട്ടിയതല്ല, ഇതെല്ലാം അല്ലാഹ് എനിക്ക് നൽകിയതാ. പലരുടെയും വീടിന്റെ മുന്നിൽ മനോഹരമായ ഒരു വീട് എഴുതി വെച്ചിട്ട്, ഒരു വീട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ പലരുടെയും വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിൽ റബ്ബി. ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യമാ. പലരുടെ വീടിന്റെ മുന്നില് പടച്ചവനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ മിൻ ഫളിൽ റബ്ബി. എന്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്തേ പറഞ്ഞത്? ഹാദാ മിൻ ഫളിൽ റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയത്, അല്ലാതെ എന്റേതല്ല. കാറൂൻ എന്താ പറഞ്ഞേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, ആ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറഞ്ഞതൊക്കെ അല്ലാഹ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പെട്ടതല്ലാതെ എൻ്റെ ഒന്നുമല്ല. ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. ദുൽഖർനൈനി എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ദുൽഖർനൈനിയുടെ ചരിത്രം അവിടെ നിന്ന് പറയുന്നുണ്ട്. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത് ഹാദാ ഖാല ഹാദാ റഹ്മത്തും മിർ റബ്ബി. അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ രക്ഷിതാവിൽ നിന്നുള്ള കാരുണ്യമായി എനിക്ക്. അവരെങ്ങനെ അധികാരം കിട്ടിയപ്പോൾ പറഞ്ഞത്? അവർക്ക് അല്ലാഹു സർവ്വതും കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇത് റബ്ബനിക്ക് തന്നത്, ഇത് റബ്ബനിക്ക് തന്ന ഔദാര്യം, ഇത് റബ്ബനിക്ക് നൽകിയ കാരുണ്യം. എങ്കിലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ. സുലൈമാൻ നബി അലൈഹിസ്സലാം, ഈ ലോകത്തിന്റെ ചക്രവർത്തിയായ സുലൈമാൻ നബി, ആ സുലൈമാൻ നബി പറഞ്ഞു, അല്ലാഹ് എനിക്ക് തന്നതാണ്, ഇത് റബ്ബിന്റെ അനുഗ്രഹമാണ്, ഇത് അല്ലാഹ് തന്ന ഔദാര്യമാണ്. ദുൽഖർനൈനി എന്ന് പറയുന്ന ചക്രവർത്തി പറയുകയാ, ഇത് റബ്ബിനിക്ക് തന്ന കാരുണ്യമാണ്. എന്നാ കാറൂനുണ്ടല്ലോ, സമ്പന്നനായ, അല്ലാഹ് ഒരുപാട് പണം കൊടുത്ത, അല്ലാഹ് ഒരുപാട് നിഅമത്ത് ചെയ്ത, പാവപ്പെട്ടവനായിട്ട് പണക്കാരനായ
മഹാനായ കാറൂനുണ്ടല്ലോ, ആ കാറൂൻ പറഞ്ഞതെന്താ? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ, എന്റെ കൈവശമുള്ളത് എന്റെ വിദ്യ കൊണ്ട് മാത്രം ഞാൻ നേടിയതാണ്, ഇതെന്റെ ബുദ്ധി കൊണ്ട് നേടിയതാണ്, ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഇത് റബ്ബ് തന്നതല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ചരിത്രമറിയുമല്ലോ, മുൻകഴിഞ്ഞ ക്ലാസ്സിൽ കാറൂനിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഫഖസഫിനാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുന്നുണ്ട്. ആ കാറൂനിനെയും കാറൂനിന്റെ സർവ്വതും ഭൂമിയങ്ങ് വിഴുങ്ങുകയാ. കാറൂൻ എന്താ പറഞ്ഞേ? ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാൻ. അതങ്ങനെ പറഞ്ഞപ്പോ അവനും അവന്റെ സർവ്വ സാമ്രാജ്യവും മണ്ണിനടിയിലേക്ക് ആഴ്ത്തപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പോൾ ഒരു മാഷാ അല്ല പറഞ്ഞ അല്ലാഹു തന്നത് പടച്ചവൻ നിലനിർത്തി തരും. ഒരു മാഷാ അല്ല പറഞ്ഞാൽ, മാഷാ അല്ല പറഞ്ഞാൽ നിനക്ക് അല്ലാഹു തന്നതിൽ ബർക്കത്ത് ചെയ്യും. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു നൽകിയത് മരിക്കുന്ന കാലം വരെ നിലനിർത്തി തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ അല്ലാഹു നിലനിർത്തി തരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇല്ല ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, എൻ്റെ കഴിവ് കൊണ്ട് നേടിയത് എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടെ പോയി കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതല്ല, ഖുർആനാ പറഞ്ഞ. ഞാൻ ഇന്നൊറ്റ ഹദീസ് പറഞ്ഞില്ല. ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ടും ഒറ്റ ഹദീസ് പോലും പറഞ്ഞില്ല. ഓതിയത് മുഴുവനും അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാഷാ അല്ലാ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. മാഷാ അല്ലാ നിന്റെ നാവിൻ്റെ തുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. അൽഹംദുലില്ലാ എന്തു പറയുമ്പോഴും അല്ലാഹ് നിനക്ക് ചെയ്ത നിഅമത്ത മറന്നു പോകരുത്. അല്ലാഹുവിനെ സ്തുതിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഉദ്ദേശിച്ചതാണ് എനിക്ക് കിട്ടിയത്, അല്ലാതെ എൻ്റെ കഴിവല്ല. ഇനി ഒന്ന് മാഷാ അല്ലാ പറയണം. രണ്ട്, മാഷാ അല്ലാ പറയുന്നത് എന്തിനാ? എൻ്റെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ എറിയ പറ മനുഷ്യൻ. എന്തിനാ മാഷാ അല്ലാ പറയണേ? എന്തിനാ? സുബ്ഹാനല്ലാഹ് പറ. മാഷാ അല്ലാ എന്തിനാ പറയണേ? ബർക്കത്ത് ഉണ്ടാകാൻ. എന്തിന്? എന്തിന്? എഴുന്നേറ്റ് വന്നു, എഴുന്നേറ്റ്. എന്തിനാ മാഷാ അല്ലാ പറയണേ? ബർക്കത്ത് ഉണ്ടാകാൻ. ഒരു മാഷാ അല്ലാ പറഞ്ഞേ. അൽഹംദുലില്ലാ. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്തിനാ പറയണേ? നിലനിൽക്കാൻ. ബർക്കത്ത് കിട്ടിയാൽ മാത്രം. ഭക്ഷണം കഴിക്കുമ്പോൾ ബർക്കത്ത് കിട്ടി, അൽഹംദുലില്ലാ. ഒരിത്തിരി ചോറെടുത്തു, ഒരല്പം പാത്രം എടുത്തു, ഭക്ഷണം എടുത്തു, അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യണേ. അല്ലാഹ് വിളമ്പി, എല്ലാവർക്കും തികഞ്ഞു, തീർന്നു. പക്ഷേ നിലനിൽക്കണ്ടേ? അതിനെന്ത് പറയണം? മാഷാ അല്ലാ ലാ ഖുവത. അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഇനി ഇതൊന്നും പറഞ്ഞില്ലെങ്കിലോ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിലോ സർവ്വതും പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു ഈ സ്വലാത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചതാണ് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു എന്ന്
ഒന്ന് സലാം പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം പഠിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളഞ്ഞാ പോരാ. ഇത് നിങ്ങൾ പഠിച്ച ഇൽമാണ്, ഇത് നിങ്ങൾ പഠിച്ച ഇൽമാണ്. ഈ പഠിച്ച ഇൽമ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ കളയാൻ വേണ്ടിയല്ല. ഓരോ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഇവിടെ വന്നിരുന്നിട്ട് പടച്ചവനെ 1.5 മണിക്കൂർ ഒരുപാട് നന്മകൾ കേൾക്കുന്നുണ്ട്. ഒരു ചെവിയിലൂടെ കേട്ടിട്ടും മറു ചെവിയിലൂടെ കളയലല്ല. ഈ കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഇത് നിങ്ങൾ ചെയ്യണം. ഇന്ന് വാഴ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുന്നു, ഇക്കാ ഇന്നെന്തേ ഉസ്താദ് പറഞ്ഞു തന്നത്? അങ്ങനെയുള്ള ഭർത്താവാകാൻ പഠിക്ക്. ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം, ഇന്ന് ഉസ്താദ് 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിനകത്ത് പറഞ്ഞു തന്ന കാര്യമിതാ. അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണം. നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നീ നാട്ടുകാരോടും കുടുംബക്കാരോടും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം ഭാര്യയോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു പഠിച്ച ഇൽമല്ലേ, അത് മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഈ നന്മ ചെയ്യണം. ഇത് ചെയ്യുന്നതിലൂടെ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം ഇതാണെന്ന് പറഞ്ഞു കൊടുത്താ അല്ലാഹുവേ, എത്ര വലിയ പ്രതിഫലമെന്നറിയുമോ? എത്ര വലിയ ഭാഗ്യമാ ഈ പറയുന്ന പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മനുഷ്യന് ചെയ്യാ തയ്യാറായാൽ അല്ലാഹുവേ, ഉസ്താദ് പറഞ്ഞതാണല്ലോ, ഇത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം ഒരുപാടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ മാഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു മനുഷ്യന് ഈ പാവപ്പെട്ട എന്റെ വാഴ കേട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടു സഹോദരാ, ഞാൻ രക്ഷപ്പെട്ടല്ലോ. എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടാൻ പടച്ചവൻ എനിക്ക് സ്വർഗം തരാൻ ആ ഒരു നന്മ കാരണമാവുകയാ. അതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങളും അങ്ങനെയാകണം. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ നിന്റെ അയൽവാസിയോട് പറഞ്ഞു, നിന്റെ മക്കളെ നിന്റെ കൂട്ടുകാരോട് പറഞ്ഞു. ഇത് പറഞ്ഞ് എനിക്ക് പ്രതിഫലമുണ്ട്, നിനക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് പ്രതിഫലമുണ്ട്, നിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തവർക്ക് പ്രതിഫലമുണ്ട്. അല്ലാഹുവേ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുകയാ. അതുകൊണ്ട് സഹോദരങ്ങള്, അല്ലാതെ രണ്ടും ഇങ്ങനെ ഇൽമുകൾ കേൾക്കുന്നുണ്ട്. മസലുൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, അതാ കഴുത ചുമക്കുന്നത് പോലെ ചുമന്നുകൊണ്ട് നടന്നാ പോരാ. അതാ പഠിച്ച ഇൽമ് ജീവിതത്തിൽ പ്രയോജനമുള്ള ഇൽമാകണം, ജീവിതത്തിൽ പ്രയോജനമുള്ള ഇൽമാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, റസൂലുള്ളാഹി തങ്ങൾ 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. എപ്പോൾ ദുആ ചെയ്താലും മുത്തുനബി അവിടുന്ന് റബ്ബിനോട് പറയുമായിരുന്നു. 4 കാര്യങ്ങൾ ചോദിക്കാതെ മുത്തുനബി ദുആ അവസാനിപ്പിക്കാറില്ല. ഒന്നാമതായിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത ഇൽമിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാ. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമ്പോൾ റബ്ബിനോട് കാവൽ ചോദിക്കുകയാണ്. എന്തിനെ തൊട്ടെന്നറിയുമോ? അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത അമല്, ജീവിതത്തിൽ ചെയ്യാത്ത അമല്, ജീവിതത്തിൽ പറഞ്ഞു കൊടുക്കാത്ത അറിവ്, അങ്ങനെയുള്ള അറിവിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാ. മുത്തുനബി അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു. അപ്പൊ നല്ലതുപോലെ സൂക്ഷിക്കണം. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത അമലുകളെ തൊട്ട്, നീ ഇൽമിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാ.
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ, ആരോടും പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത അറിവ്, പടച്ചവനെ സ്വന്തം ജീവിതത്തിൽ ചെയ്യാത്ത അറിവ്, അങ്ങനെയുള്ള അറിവിനെ തൊട്ട് കാവല് ചോദിക്കണമെന്നാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാ, നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലാത്ത ഒരു ഹൃദയമുണ്ടല്ലോ. അല്ലാഹുവേ, അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരല്ലേ അല്ലാ. റബ്ബിനോട് ദുആ ചെയ്യണം സഹോദരാ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് കാവല് ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ഹൃദയം എനിക്ക് തരല്ലേ പടച്ചവര്. സഹോദരാ, അല്ലാഹുവിനെ പേടിയുള്ള ഒരു ഹൃദയമുണ്ടാകണം. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവരാണല്ലോ. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും, ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരണം, കാണുന്ന ഒരു അള്ളയുണ്ടല്ലോ. ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോഴാകണമെങ്കിലും, അത് റൂമിന്റെ അകത്താണെങ്കിലും വീടിന്റെ അകത്താണെങ്കിലും എവിടെ ഇരുന്നാട് ചെയ്യുന്നെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരോർമ്മ വേണം, അല്ലാഹ് കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ ചോദിക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ. അല്ലാഹു ഹദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈദ്. അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞു തരുന്നത്, മോനെ, പാപം ചെയ്യണമെന്ന് തോന്നുമ്പോ, തെറ്റ് ചെയ്യാൻ തോന്നുമ്പോ, ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് റൂമിനകത്താണല്ലോ, മൊബൈൽ എന്റെ കയ്യിലുണ്ടല്ലോ, എന്ത് വേണമെങ്കിലും കാണാമല്ലോ. പടച്ചവനെ കാണാനുള്ള അവസരമുണ്ട്. സുന്ദരിയായ പെണ്ണാരും കാണാതെ നഗ്നചിത്രങ്ങൾ അയച്ചു തരികയാണ്, അല്ലെങ്കിൽ വീടിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. ബന്ധം ചെയ്യാനുള്ള അവസരമുണ്ട്. ആരും അറിയില്ല, ഒരാളും കാണില്ല. സൈഫാണ് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, അല്ലെങ്കിൽ പലതും തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ചെയ്തു തരുമ്പോ, അപ്പൊ പറയണം, അല്ലാഹു ഹാദിരി, അല്ലാഹു ഹാദിറാ. എന്റെ ഉപ്പ കാണുന്നില്ല, എന്റെ ഉമ്മ കാണുന്നില്ല, എന്റെ കൂടപ്പിറപ്പ് കാണുന്നില്ല, എന്റെ ഭാര്യ കാണുന്നില്ല, എന്റെ മക്കള് കാണുന്നില്ല, എന്റെ കൂട്ടുകാര് കാണുന്നില്ല, എന്റെ കുടുംബക്കാര് കാണുന്നില്ല. പക്ഷേ അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി. ഈ തെറ്റിന് സാക്ഷിയാരാ? അല്ലയാ. ഈ തെറ്റ് കണ്ടവനാരാ? അല്ലയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്ന സമയം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മഹാന്മാര് പഠിപ്പിച്ചു തന്ന ഒരു വഴിയാ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈദ്. ഈ ദിക്റങ്ങ പറയാൻ തുടങ്ങിയ തെറ്റുകളിൽ നിന്നകലുകയാണ്. പേടിയാ. ആര് കണ്ടില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ, ആര് കാണുന്നില്ലെങ്കിലും റബ്ബ് കാണുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ ദുആ ചെയ്യുന്നു, റബ്ബേ, നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയം എനിക്ക് തരല്ലേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഉസ്താദ് തെറ്റ് ചെയ്യുന്നുണ്ട് ഉസ്താദ്, ഇത്രയൊക്കെ വിചാരിച്ചിട്ടും പറ്റണില്ല ഉസ്താദ്. ചില തെറ്റുകൾ വന്നു പോകുന്നു, അത് ചിലപ്പോൾ ആരും അറിയുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടല്ലേ. എന്നാൽ ഈ തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോൾ എന്തു പറയണം? അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈദ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് പറഞ്ഞു നോക്കണം. വെറുതെ അല്ലാഹു ഹാദിരി അല്ല, അങ്ങനല്ല. ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹ് ഹാദിറ, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലയാണ് സാക്ഷി, വേറെ ആരുമല്ല, അല്ലയാ സാക്ഷി. അതുകൊണ്ട് തഴവ ഉസ്താദ് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹിനോട് പറയണമെന്ന് ദുആ ചെയ്യുമ്പോൾ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറയണം, പൊറുക്കൻ്റെ പാവം സയ്യിദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീ അല്ലാതെ.
ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തള്ളിവിട്ടു ചതിച്ചതാ. അള്ളാഹിനോട് പറയണം, പടച്ചവനെ പൊറുക്കുന്നവൻ നീയാ, നിന്നെക്കാളും പൊറുക്കണ ആരുമില്ല. അല്ലാ, എൻ്റെ നഫ്സ് എന്നെ ചതിച്ചതാ പടച്ചവനെ, എൻ്റെ നഫ്സാണ് എന്നെ ചതിച്ചത്, ഇബ്ലീസ് പിഴപ്പിച്ചതാ അല്ലാ. എന്നിട്ട് റബ്ബിനോട് പറയണം, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അല്ലാഹുവേ നിന്നെ ധിക്കരിച്ചിട്ട് ഞാൻ ചെയ്തതല്ല, നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നിട്ടും ചെയ്തത് നീ കണ്ട എനിക്കൊരു ചുക്കുമില്ല എന്ന് കരുതിയിട്ടല്ല അല്ലാ. അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ, ആ പേരും പറഞ്ഞിട്ട് നീ എന്നെ ആട്ടല്ലേ അല്ലാ എന്ന് ദുആ ചെയ്യണമെന്ന് മഹാനായ തഴവ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം, അള്ളാഹിനോട് പറയണം, പാപങ്ങളോരോ നെണ്ണി നീ കരയേണ്ടതാ, വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ, നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി, ഇത് കണ്ടു നിന്നോടലിവ് റബ്ബിനു തോന്നണം, പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. പാപങ്ങൾ ഓരോന്ന് അല്ലാഹുവോട് എണ്ണി എണ്ണി പറയണം. എന്നിട്ട് പറയാ, വിജന സ്ഥലമാണ് ഏറ്റവും നല്ലത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ആരും കേൾക്കൂലല്ലോ. അള്ളാഹിൻ്റെ ഒക്കെ പോയി പറയാൻ പറ്റും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങോട്ട് പറയാം, മൈക്കിൽ കൂടെ പഠിച്ചവനെ നിങ്ങളപ്പോൾ വിചാരിക്കുക എല്ലാം അറിയില്ല, അതാ നല്ലത്. വിജനമായ സ്ഥലമാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് പറയുക, താഴണം, എത്ര താഴാൻ പറ്റുമോ അത്രയും താഴണം, തലയിൽ മണ്ണ് വാരി അങ്ങോട്ട് ഇടണം. അങ്ങനെ പണ്ടുള്ളവർ കണ്ടിട്ടില്ലേ, പണ്ടുള്ള ആൾക്കാരെങ്ങനെ ആയിരുന്നു? ഇവിടെ നിന്ന് പറയുന്ന സ്വഹാബത്തിൻ്റെ ചരിത്രം പറയുന്നുണ്ട്, തലയിൽ മണ്ണ് വാരിയിട്ടിട്ട് നിലവിളിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണുവാരി തലയിൽ മണ്ണുവാരി കിട്ടണം, എന്നിട്ടങ്ങിട്ട് കരഞ്ഞോണം. നിന്റെ കരച്ചൽ കണ്ടിട്ട് അള്ളാഹിക്ക് തന്നെ സങ്കടം വരണം. ആ രീതിയിൽ കരയണമെന്ന് അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവല് ചോദിച്ച രണ്ടാമത്തെ കാര്യം, അള്ളാഹുവേ പടച്ചവനെ, നിന്നെ പേടിയില്ലാത്ത ഒരു ഹൃദയത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം എന്താ? രണ്ടെണ്ണം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യുന്നു, പ്രയോജനമില്ലാത്ത അറിവ്, പ്രയോജനമില്ലാത്ത അറിവ്. രണ്ട് പടച്ചവരെ, നിന്നെ പേടിയില്ലാത്ത ഹൃദയം, നിന്നെ പേടിയില്ലാത്ത ഹൃദയം. മൂന്ന്, നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനും അല്ലാത്ത മനസ്സ്. അല്ലാഹുവേ, നീ തന്നതുകൊണ്ട് തൃപ്തിയില്ലാത്ത ഒരു മനസ്സ്, എത്ര കിട്ടിയാലും തികയാത്ത മനസ്സ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനൊരു മനസ്സ് വേണ്ടേ? എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് നിറയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടണം. എൻ്റെ റബ്ബ് എനിക്ക് തന്നത് മതി, അൽഹംദുലില്ലാ, ഇത്രയെങ്കിലും റബ്ബ് തന്നല്ലോ, അത് മതി. തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടാകണം. 4 അല്ലാഹുവിനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന 3 റബ്ബേ, അല്ലാഹുവേ, നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ്. അല്ലാഹുവേ, അങ്ങനെ ഒരു മനസ്സില്ലാതിരിക്കുന്നതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുകയാ. 4 സ്വീകരിക്കാത്ത ദുആ. അല്ലാഹുവേ, അല്ലാഹുവേ, സ്വീകരിക്കാത്ത ദുആയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്താ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവിനോട് ദുആ ചെയ്താ സ്വീകരിക്കണമല്ലോ.
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ആര് ദുആ ചെയ്താലും സ്വീകരിക്കും. അല്ലാഹുവിന്റെ മുന്നിലേക്ക് ആരാണോ കൈനീട്ടി യാചിക്കുന്നത് ആ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്നാണ്. ചിലപ്പോൾ നീ ചോദിച്ചത് നിനക്ക് കിട്ടണമെന്നില്ല, അല്ലാഹു നീ ചോദിച്ചത് തരണമെന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരാളുടെ ദുആയും തള്ളപ്പെടൂല, ഒരു ദുആയും വെറുതെയാകില്ല. ഒന്നുകിൽ നീ ചോദിച്ചത് റബ്ബ് നിനക്ക് തരും, ഒന്നുകിൽ നീ ചോദിച്ചത് റബ്ബ് തരും, ഇല്ലെങ്കിൽ റബ്ബേ നിനക്കാ ദുആ നാളെ പരലോകത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കുകയാ. അല്ലെങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും ആ ദുആ തട്ടിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 കാര്യം ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ 3-ൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടും. ഒന്നുകിൽ നീ ചോദിച്ചത് തന്നെ അല്ലാഹു തരും, ഒന്നുകിൽ നീ എന്താണോ ചോദിച്ചത് അത് തരും, അല്ലെങ്കിൽ അത് തരാതെ പരലോകത്തിലേക്ക് മാറ്റിവെക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പറയണം, ഉസ്താദെ ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്നിട്ടാ. ഇനി നമ്മൾ പറയണം, ഇത്ര കാലമായിട്ട് ചോദിക്കുന്നു, നമ്മളോട് ഇപ്പോൾ ഉസ്താദെ പൈസയും തന്നിട്ട് ചോദിക്കണം, കിട്ടണില്ല ഉസ്താദെ, കിട്ടണില്ല ഉസ്താദെ. ഇതാ താത്താമാർക്കുള്ളതാ. അല്ലാഹ് എന്താ പറഞ്ഞേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മ തൂക്കുന്ന ത്രാസിനകത്ത് ഒരു കെട്ട് കൊണ്ടുവന്നിടുക, ഒരു വലിയ കെട്ട് കൊണ്ടുവന്നിടുക. എന്തേ അല്ല ഇത്? ഞാൻ ഒന്നും ചെയ്തല്ലോ. എടാ ചങ്ങാതി, ഭൂമി വെച്ച് കുറേ ദുആ ചെയ്തില്ലേ, അന്ന് ഞാൻ തന്നില്ല, അതിതാ. അപ്പം മനുഷ്യൻ പറയുവത്രേ, ഒരു ദുആയും സ്വീകരിക്കാതിരുന്നാൽ മതിയായിരുന്നു പടച്ചവനെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ വെച്ച് ചോദിച്ചപ്പോൾ അല്ല തന്നില്ല, അത് അവിടെ കിട്ടും, അതാ ലാഭം, അതാ ലാഭം. അവിടെ പിന്നെ വേറൊന്നുമില്ലല്ലോ. ഇനി ഇല്ല, അവിടെയില്ലെങ്കിലോ നീ ചോദിച്ചതും തന്നില്ല, പരലോകത്തേക്ക് മാറ്റിയും വെച്ചില്ല, എങ്കിൽ നിനക്ക് വരാനിരിക്കുന്ന ഒരു ഷെറെങ്കിലും അല്ലാഹ് മാറ്റിത്തരും. അപ്പം നഷ്ടമുണ്ടോ? ദുആ കൊണ്ട് നഷ്ടമുണ്ടോ? ലാഭമേ ഉള്ളൂ. പക്ഷേ നമുക്കത് ചോദിക്കാനാ മടി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേരുണ്ടപ്പോൾ ദുആ ചെയ്യണേ? നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടോ? വരും, നിസ്കരിക്കും, ഉസ്താദ് പറയും, ആമീൻ പറയും, പോകണമല്ലാതെ സ്വന്തമായിട്ടിരുന്നിട്ട് ദുആ ചെയ്യണ എത്ര പേരുണ്ട്? നമുക്ക് മടിയ, നമുക്ക് സമയമില്ല. പാവം പുറത്ത അല്ല, കച്ചവടത്തിൽ ബർക്കത്ത് അല്ല, അതെല്ലാം ഉസ്താദിൻ്റെ തലയിൽ അങ്ങ് വെച്ച് കൊടുക്കും, നിങ്ങൾ ചെയ്തോളാൻ. നമുക്ക് ചെയ്യാൻ വയ്യ, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ വയ്യ. നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കാൻ മടിയാ, നമുക്ക് സമയമില്ല, പിശുക്കന്മാരാ നമ്മൾ. അല്ലാഹു അലം. സ്വന്തം കാര്യം പോലും റബ്ബിനോട് ചോദിക്കാൻ മനസ്സില്ലാത്തവർ അല്ലാഹു കാക്കുമാറാകട്ടെ. ഇവിടെ രോഗവും ബുദ്ധിമുട്ടും വരുമ്പോൾ മാത്രമാണ് ദുആ ചെയ്യേണ്ടത്. കടവും പ്രാരാബ്ദങ്ങളും വരുമ്പോഴല്ലല്ലോ. നീ അല്ലാഹുടെ മുന്നിൽ നിസ്കരിച്ചിട്ട് റബ്ബിനോട് പറ, പടച്ചവനെ എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റിത്താ, എൻ്റെ രോഗം മാറ്റിത്താ, എൻ്റെ ഭാര്യയെ നന്നാക്ക്, എൻ്റെ മക്കളെ നന്നാക്ക്. അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുവിനോട് നീ ചോദിക്ക്. നിന്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയം ഉണ്ടാകണം. നമ്മളിങ്ങനെ അധികമായിട്ട് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം മലക്കുകൾക്കറിയാം. മലക്കുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ സിറാജ് ദുആ ചെയ്യുന്നു, അല്ലാഹ് സ്വീകരിക്ക റബ്ബേ. എൻ്റെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടെങ്കിൽ ഞാൻ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിൻ്റെ അർശിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയൂ അത്രേ, സിറാജ അല്ലാഹ് ദുആ ചെയ്യണേ, കൊടുക്ക റബ്ബേ, സ്വീകരിക്ക റബ്ബേ. അത്രയും ഒരു ബന്ധം, അത്രയൊരു ബന്ധം. നമുക്കെന്ത് ബന്ധം? അല്ലാഹ് അവിടെ നിന്ന് പറയുമ്പോൾ ആമീൻ പോലും പറയുന്ന ഒരു ബന്ധമില്ല. ആമീൻ പോലും പറയുന്ന കണ്ടാൽ സങ്കടം തോന്നും, കഷ്ടം. അല്ലാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉത്തരമില്ലാത്ത ദുആ സൂക്ഷിക്കണം. ഉത്തരമില്ലാത്ത ദുആ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിച്ച 4-ാമത്തെ കാര്യം, ഉത്തരമില്ലാത്ത ദുആയെ തൊട്ട് നീ എന്നെ കാക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.